ഹലോ മൈ ഡിയേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതെനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് ഒരു ഇസ്ലാമിക രീതിയിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുക എന്നുള്ളത്. അപ്പം അതായത് അതിനകത്ത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, അതായത് നമ്മളൊരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പല വിശ്വാസങ്ങളെയും കളയേണ്ടി വരുമോ എന്നുള്ളതാണ് പല ആൾക്കാരുടെയും ഒരു സംശയം. അപ്പം എന്തായാലും തീർച്ചയായും ആ ഒരു സംശയം എനിക്ക് അറിയാവുന്നുള്ള അറിവിൽ നിന്നുകൊണ്ട് ഞാൻ തീർച്ചയായും അത് സോൾവ് ചെയ്തു തരാം. അതിനകത്ത് എൻ്റെ അറിവിൽ നിന്നുകൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. കാരണം വെച്ചാൽ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, ഞാനൊരു മുസ്ലിമാണ്, അപ്പോൾ എങ്ങനെയാണ് ഈ മാനിഫെസ്റ്റേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം പല ആൾക്കാർക്കും അത് ചെയ്യാൻ പേടിയും കൂടിയാണ്. അതായത് അവർ പല ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുള്ളത്, ഞാനത് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് മാനിഫെസ്റ്റേഷൻ നടക്കുന്നുണ്ട്, പക്ഷെ എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന പടച്ചവനെ മാറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ റബ്ബിനെ മാറ്റി നിർത്തിക്കൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു ക്ലാരിറ്റി ഞാനിന്ന് തരാം എന്തായാലും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കാനുള്ളത് മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു എന്താണ് നമ്മുടെ ഈ ഒരു ദുനിയാവിന് നടക്കുന്ന ഒരു സത്യമാണ്. ഇപ്പം നമ്മൾ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും അത് വലിയ ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ ജീവിക്കുന്ന ഒരു ദുനിയാവിലാണ്. അപ്പം ആ ഒരു ദുനിയാവിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നടക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു സൃഷ്ടാവിനെ വിശ്വസിക്കുന്നുണ്ട്. അത് ഏത് മതക്കാരാണെങ്കിലും അവർ വിശ്വസിക്കുന്ന ആ മതത്തിലെ ആ ഒരു സൃഷ്ടാവിനെ അവരെന്തായാലും വിശ്വസിക്കുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ ഏത് സൃഷ്ടാവിനെയാണോ, അല്ലെങ്കിൽ നമ്മൾ ഏത് മതമാണോ ആ മതത്തിലുള്ള സൃഷ്ടാവിനെ നിങ്ങൾ വിശ്വസിക്കുക. വിശ്വസിച്ച് കഴിയുക, അതാണ് ഫസ്റ്റ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മൾ വിശ്വസിക്കുക, നമ്മൾ തവക്കൽ ചെയ്യുക. അതായത് നമ്മൾ വിശ്വസിക്കുന്ന ഏത് ഗോഡാണെങ്കിലും ആ ഗോഡിനോട് നമുക്കൊരു തവക്കൽ വേണം. ഇപ്പം ചില ആൾക്കാർ വിശ്വസിക്കാത്തത് കൊണ്ടാണ് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞൊരു കാര്യത്തിനെ നമ്മൾ അവിടെ പറയുന്നത്. ഓക്കെ, അപ്പം രണ്ടാമത് വേണ്ട കാര്യം, അപ്പോൾ ഫസ്റ്റ് വേണ്ടത് നമുക്ക് അചഞ്ചലമായ ഒരു വിശ്വാസമാണ് നമ്മുടെ സൃഷ്ടാവിനോടുള്ള. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയാണ്. അതായത് നമ്മുടെ മുസ്ലിംസിൽ പറയണമെങ്കിൽ ദുആ എന്ന് പറയും. മൂന്നാമതായിട്ട് നമ്മുടെ ശുഭാപ്തി വിശ്വാസം, അത് നടക്കുമെന്ന് പറയുന്ന നമുക്കുള്ള ഒരു വിശ്വാസം നമുക്ക് വേണം. ഈ മൂന്ന് കാര്യങ്ങളും മസ്റ്റായിട്ട് നമുക്ക് വേണ്ടതാണ്. അപ്പം ഒരു മനസ്സിനെ പാകപ്പെടുത്തി ആഗ്രഹങ്ങൾ നേടിയെടുക്കാനോ സഹായിക്കുന്ന ഒരു ചെറിയൊരു പ്രോസസ്സാണ് മാനിഫെസ്റ്റേഷൻ ആയിട്ട് പറയുന്നത്. അത് ഏതൊരു മനുഷ്യനും എപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ അത് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും, അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും മാനിഫെസ്റ്റേഷൻസ് നമുക്ക് 24/7 നമുക്ക് വർക്കൗട്ട് ചെയ്യുകയാണ്. അപ്പം അതിന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, കുറച്ചും കൂടെ ആപ്റ്റായിട്ടുള്ള രീതിയിൽ നിങ്ങളത് ചെയ്യാം. അപ്പോൾ അതിനുള്ള ചില സ്റ്റെപ്സുകൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻറ്റൻഷൻ. സോ ഇൻറ്റൻഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നീയത്ത് വെക്കുക, അല്ലേ? നമ്മൾ സാധാരണയായിട്ട് മുസ്ലിംസ് ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു നീയത്ത് കരുതാറുണ്ട്. അതിന് നമ്മൾ സാധാരണയായിട്ട് പറയുന്നതാണ് ഇൻറ്റൻഷനാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഈ പറയുന്ന മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ വിശുദ്ധമായിട്ടുള്ള ഖുറാനിലാണെങ്കിലും ബൈബിളിലാണെങ്കിലും ഭഗവത്ഗീതയിലാണെങ്കിലും ഒക്കെ പ്രതിപാദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ഇംഗ്ലീഷുകാർ എടുത്തു കൊണ്ടുപോയി അവർ അവരുടെ വേർഷനിലോട്ട് കൊണ്ടുവന്നപ്പം പല പല ഇംഗ്ലീഷ് ടേംസുകൾ അതിനകത്ത് യൂസ് ചെയ്യാൻ തുടങ്ങി. അതാണ് അതിനകത്ത് വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം നമ്മൾ എന്താണ് കുറച്ചും കൂടി ആവിഷ്കരിച്ച് ഇതാണ് എന്ന് പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. പല സയൻറ്റിസ്റ്റും ഒരുപാട് നമ്മുടെ എൻലൈറ്റ്മെൻറ്റ് കിട്ടിയ ആൾക്കാരൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് എപ്പോഴും ഒരു പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും, നിങ്ങളുടെ ദൈവങ്ങളെയൊന്നും കളഞ്ഞുകൊണ്ട് വിശ്വസിക്കാനല്ല പറയുന്നത്, ആ വിശ്വാസങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയത്ത് ഇതാക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റൻഷൻ. അതായത് നമ്മൾ ഏതൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പും നമ്മുടെ ഉദ്ദേശം എന്താണെന്നുള്ളതാണ് നമ്മൾ നിയത്തിനകത്ത് പറയുന്നത്. അത് തന്നെയാണ് ഇൻറ്റൻഷൻ. അതായത് ഒരു ക്ലാരിറ്റി ആയിട്ട് നമുക്കൊരു കാര്യം അറിഞ്ഞിരിക്കണം. അത് എന്താണ് ഈ സൃഷ്ടാവിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അതായത് നമുക്ക് ഒരിക്കലും വേറൊരാൾക്കും ദോഷം വരാത്ത രീതിയിൽ ചെയ്യുന്നതാണ് നമ്മുടെ സൃഷ്ടാവിന് ഇഷ്ടം. അതായത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അതായത് എനിക്കത് ഗുണമാണ്, ഇതുകൊണ്ട് വേറൊരാൾക്കും ഗുണമാണ് എന്നുള്ള പോസിറ്റീവ് മൈൻഡിൽ വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്. ഓക്കെ, അപ്പം പോസിറ്റീവ് മൈൻഡിൽ നമ്മൾ അത് ചിന്തിക്കുക. അത് നമുക്ക് ഉപയോഗമാണ്, മറ്റുള്ളവർക്കും അതുകൊണ്ട് ഗുണങ്ങളായിരിക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഒരു നിയത്ത് നിങ്ങൾ വെക്കുക. അത് നമ്മൾ നിയത്ത് ഭയങ്കര ഇൻറ്റൻഷൻ ആ ഒരു കറക്റ്റായിട്ട് വന്നാലേ ഈ ഒരു മാനിഫെസ്റ്റേഷൻസ് ഒക്കെ നടക്കും. അപ്പം ഏതൊരു കാര്യത്തിനും നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ട്, നമ്മളൊരു വിവാഹമാണെങ്കിലും
ഒരു വീട് വെക്കാൻ പോവുകയാണെങ്കിലും വീട് സ്ഥലം വാങ്ങാൻ പോവുകയാണെങ്കിലും ഒക്കെ നമുക്കൊരു നിയത്ത് വെക്കുന്നുണ്ട്. അത് തന്നെയാണ് ഫസ്റ്റ് ചെയ്യാനുള്ള കാര്യം, ഇൻറ്റൻഷൻ ചെയ്യുക. രണ്ടാമത്തെ കാര്യം നമുക്ക് ദുആയും തവക്കലുമാണ്. അതായത് നമ്മൾ സപ്ലിക്കേഷൻ ആൻഡ് ട്രസ്റ്റ് എന്ന് പറയും. അതായത് നമ്മുടെ മാനിഫെസ്റ്റേഷൻ്റെ ഏറ്റവും വലിയ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണല്ലേ. നമ്മൾ പ്രാർത്ഥന ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കേണ്ട രീതിയിൽ പ്രാർത്ഥന ചെയ്യുക. പ്രാർത്ഥന ചെയ്യേണ്ട രീതി ഉണ്ട്, ആ രീതിയിൽ നമ്മൾ പ്രാർത്ഥന ചെയ്യുക. അതായത് ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരഞ്ഞു വിളിച്ചല്ല നമ്മൾ പ്രാർത്ഥന ചെയ്യാനുള്ളത്. പ്രാർത്ഥനയ്ക്കൊരു ഫോമുണ്ട്, ആ പ്രാർത്ഥനയുടെ ഫോം നമ്മുടെ ഇസ്ലാം രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു രീതി അനുസരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടെയാണല്ലേ ചോദിക്കുന്നത് അല്ലേ. നമ്മളിപ്പം അള്ളാഹുവിനോടാണെങ്കിൽ പോലും നമ്മൾ ചോദിക്കുന്നത് എന്താണ്, അത് നമുക്ക് ലഭിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ചോദിക്കുന്നത് അല്ലേ. അത് നമുക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ ആ ആവശ്യം നമുക്ക് എന്താണോ ആഗ്രഹം, ആ ആഗ്രഹം ലഭിക്കുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളത് ചോദിക്കുന്നത്. അത് നിങ്ങൾ ചെയ്യുക. പിന്നെ രണ്ടാമത് ചെയ്യാനുള്ള കാര്യം തവക്കലാണ്. അതായത് സാധാരണ ആളുകൾ പറയുന്നത് എന്താണ്, വിശ്വാസം വളരെ കുറവാണ്. എനിക്ക് കിട്ടിയിട്ട് ഞാനത് ഇതാക്കാം എന്നുള്ള രീതിയാണ്. പക്ഷെ നമ്മൾ അതപ്പോൾ തെറ്റാണ്. നമ്മൾ ദുആയും തവക്കലും ചെയ്യുന്ന സമയത്ത് ദുആ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇന്ന കാര്യത്തിന് വേണ്ടി ദുആ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിനകത്ത് വിശ്വസിക്കുക. വിശ്വസിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്കുള്ള ആക്ഷൻസ് നമ്മൾ എടുക്കുക. നമ്മൾ ആക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. ഈ റിസൾട്ട് കൊണ്ടെത്തിക്കുന്നത് ഈ പറയുന്ന സൃഷ്ടാവും അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന പല ആൾക്കാരുമാണ്. അതായത് നമ്മൾ എപ്പോഴും ഖുറാനിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, പടച്ചവൻ നമുക്ക് നേരിട്ടൊന്നും കൊണ്ടു തരാറില്ല. പല മാധ്യമങ്ങൾ വഴിയാണ്, അല്ലെങ്കിൽ പല സിറ്റുവേഷൻസ്, പല സാഹചര്യങ്ങൾ, പല വ്യക്തികൾ വഴിയാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ നമ്മൾ വിശ്വസിക്കുക. അതായത് നമ്മൾ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്തും പറയുന്നത്. അപ്പോൾ നമ്മൾ തവക്കൽ ചെയ്യുക, അത് നമുക്ക് കിട്ടും. ചിലപ്പോൾ നേരത്തെ കിട്ടാം, ചിലപ്പോൾ താമസിച്ച് കിട്ടാം, ചിലപ്പോൾ അത് നമുക്ക് ആയിരിക്കത്തില്ല കിട്ടുന്നത്. നമ്മൾ ചിലപ്പോൾ ഈ പ്രാർത്ഥനകൾ ചെയ്യുമ്പം നമുക്ക് ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്കായിരിക്കും കിട്ടുന്നത്. ഓക്കെ, നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നമ്മൾ കിട്ടുകയാണെങ്കിൽ നമ്മൾ അൽഹംദുലില്ലാ അങ്ങ് പറയുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പരിശ്രമങ്ങൾ മാക്സിമം നമ്മൾ ചെയ്യുക. ഇങ്ങനെ പരിശ്രമങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ റിസൾട്ട്സുകൾ കിട്ടും. പരിശ്രമിക്കാതെ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല, അത് 100% ഉറപ്പായിട്ടുള്ള ഒരു കാര്യം. നിങ്ങൾ എന്താണോ പരിശ്രമിക്കുന്നത്, നിങ്ങൾ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാതെ നിങ്ങൾ വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഒരു കാര്യം നമുക്ക് കിട്ടത്തില്ല. പ്രാർത്ഥനയ്ക്ക് കൂടെ ബലം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, റെഡി ടു ടേക്ക് ആക്ഷൻസ് ആണ്. നമ്മൾ ആക്ഷൻസ് എടുക്കുക. നമ്മൾ ചെറിയ ചെറിയ ആക്ഷൻസ് എടുക്കുക, വലിയ വലിയ ആക്ഷൻസ് ഒന്നും അല്ല, നമ്മൾ ചെറിയ ചെറിയ ആക്ഷൻസ്. മൂന്നാമതായിട്ട് പോസിറ്റീവ് എക്സ്പെക്ടേഷൻ ആണ്. എപ്പോഴും നമ്മുടെ സൃഷ്ടാവിനെ കുറിച്ച് നമ്മൾ നല്ലത് മാത്രം വിചാരിക്കുക. അതായത് നമ്മൾ എന്താണോ ചോദിക്കുന്നത്, ആ ചോദ്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പ്രാർത്ഥനയിൽ തന്നെ നമുക്കതിന് ഉത്തരമുണ്ട്. ആ പ്രാർത്ഥിക്കേണ്ട രീതിയിൽ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, അതുപോലെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം അത് ആ ഒരു രീതിക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പോസിറ്റീവായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ചോദിക്കുക. പോസിറ്റീവ് എക്സ്പെക്റ്റേഷൻ ആണ് ഏറ്റവും ബെറ്റർ ആയിട്ട് വരുന്നത്. അത് നമുക്ക് കിട്ടില്ല എന്ന് ഒരിക്കൽ പോലും നമ്മൾ സംശയിക്കാൻ പാടില്ല. നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷനിലും മാനിഫെസ്റ്റേഷനിലൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ സംശയിച്ചാൽ നടക്കത്തില്ല. അതുപോലെ തന്നെയാണ് പറയുന്നത്, നമ്മൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് മാത്രം എക്സ്പെക്ട് ചെയ്യുക. പഠിച്ചവൻ എനിക്കത് കൊണ്ട് എത്തിച്ചു തരും എന്നുള്ള, അല്ലെങ്കിൽ പഠിച്ചവൻ അത് എനിക്ക് എന്നോട്ട് എത്തിക്കാനുള്ള നല്ല സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തു തരും എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ നിൽക്കുക. പിന്നെ നല്ലത് വരുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുക. പിന്നെ നാലാമതായിട്ട് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. അതായത് നമ്മുടെ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും നമ്മൾ എന്താണ്, അനുഗ്രഹങ്ങളെ നമുക്ക്, നമ്മുടെ അറബിയിൽ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയും, ഇംഗ്ലീഷിലത് നന്ദി എന്ന്, താങ്ക് യു എന്ന് പറയും, മലയാളത്തിൽ അത് നന്ദി എന്ന് പറയും. നിങ്ങൾക്ക് ഏത് ഭാഷയാണോ കൺവീനിയൻ്റ് അത് ഉപയോഗിക്കുക. നമ്മൾ ഈ താങ്ക് യു എന്ന് പറയുന്നത് കൊണ്ടാണ് ആൾക്കാർ എപ്പോഴും കൂടുതലായിട്ട്, അയ്യോ അപ്പോൾ മുസ്ലിംസിനകത്ത് താങ്ക് യു പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ, നിങ്ങൾക്ക് നന്ദി എങ്ങനെ വേണോ പ്രകടിപ്പിക്കാം. ഒരു ഇംഗ്ലീഷ് ലെറ്റർ എന്ന് മാത്രമേ ഉള്ളൂ താങ്ക് യു എന്ന്. നിങ്ങൾക്ക് അൽഹംദുലില്ലാ പറയാനാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ എന്ത് ചെയ്യുക, നന്ദി പ്രകടിപ്പിക്കുക. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ നന്ദി പ്രകടിപ്പിക്കുമ്പോൾ പഠിച്ചവനോട് അൽഹംദുലില്ലാ എനിക്കത് കിട്ടി, എനിക്കിതുണ്ട്, എനിക്കിതെല്ലാം തന്നതിന് നന്ദി, എനിക്ക് വീട് തന്നതിന് നന്ദി, അല്ലെങ്കിൽ എനിക്ക് കാറുള്ളതിന് നന്ദി, എനിക്ക് നല്ല പണമുള്ളതിന് നന്ദി, എനിക്ക് നല്ല ബിസിനസ്സിൻ്റെ പ്രോഗ്രസ് ഉള്ളതിന് നന്ദി എന്ന് നിങ്ങൾ എന്താണ് അൽഹംദുലില്ലാ പറഞ്ഞ് പറയുക. അപ്പം എനിക്കെന്താണ്, എനിക്ക് നല്ല ബിസിനസ് ഉള്ളതിന് അൽഹംദുലില്ലാ എന്ന് നിങ്ങൾ പറയുക. അൽഹംദുലില്ലാ 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 എന്ന് ഓരോ നന്ദി പറയുമ്പോഴും നിങ്ങളത് പറയുക. നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക്
അൽഹംദുലില്ലാ പറഞ്ഞാണ് എക്സ്പ്രസ് ചെയ്യാൻ താല്പര്യമെങ്കിൽ ആ ഒരു രീതിക്ക് നിങ്ങൾ പറയുക, യാതൊരു ഒരു തെറ്റുമില്ല. അതേ നമുക്ക് ദിവസവും ഉള്ള അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മനസ്സിനെ പോസിറ്റീവായിട്ട് വെക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ മാനിഫെസ്റ്റേഷൻസും അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻസും ഒക്കെ നമുക്ക് നടക്കുന്നത്. നമ്മൾ സാധാരണയായിട്ട് അത് പറയാൻ ഇച്ചിരി മടിയാണല്ലേ. നമ്മളൊരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാ പറയും. നമ്മൾ പ്രാർത്ഥന ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ നെയ്യത്ത്, നമ്മുടെ ഇൻറ്റൻഷൻ വെക്കുന്ന സമയം മുതൽ ആ ഒരു ഇൻറ്റൻഷൻ വരികയും ആ ഒരു ഇൻറ്റൻഷന് വേണ്ടിയിട്ട് സ്റ്റെപ്സുകൾ എടുക്കുമ്പോഴൊക്കെ നമ്മൾ നന്ദി അല്ലെങ്കിൽ അൽഹംദുലില്ലാ നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ അൽഹംദുലില്ലാ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ അടുത്ത് വരുന്നത് നമ്മുടെ തഹജ്ജുദ് നമസ്കാരമാണ്. അതായത് നമുക്കറിയാം 3 AM മോർണിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മിറക്കിൾ മോർണിംഗ് അല്ലെങ്കിൽ ആ ഒരു സമയം നമ്മൾ പറയുന്നുണ്ട്. അത്രയും എൻലൈറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു സമയം നമ്മൾ പറയുന്നുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് രാത്രിയുടെ അവസാന സമയം എന്ന് പറയുന്നത്. അതായത് അള്ള പറയുന്നുണ്ട് എന്താണ്, ഞാൻ ആകാശത്തു നിന്ന് ലോകത്തോട്ട് ഇറങ്ങി വന്നുകൊണ്ട് ചോദിക്കുന്നവർക്ക് ഉത്തരം നൽകുമെന്നാണ്. ഇത് തന്നെയാണ് ഇംഗ്ലീഷുകാർ പറയുന്ന 3 മണി സമയം എന്ന് പറയുന്നത്. നിങ്ങൾ ആ സമയത്ത് നമസ്കരിച്ചുകൊണ്ട് നിങ്ങൾ പടച്ചവനോട് ചോദിക്കുക, അത് തന്നെ ഉത്തരം നമ്മൾ കിട്ടുന്നുണ്ട്. സോ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇസ്ലാമികപരമായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലും അല്ലാതെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത്. അപ്പം നമുക്കൊരിക്കലും ഇസ്ലാമികപരമായിട്ട് നമ്മൾ മാനിഫെസ്റ്റേഷൻ എങ്ങനെ ചെയ്യണം എന്ന് ചോദിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ചെയ്യുന്ന അതേ കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഇതാക്കുക. പിന്നെ അതുപോലെ നമ്മൾ എപ്പോഴും പടച്ചവനോട് തന്നെ പടച്ചവന് ഒരുപാട് നാമങ്ങളുണ്ട്. ആ നാമങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്താണ് നമ്മളെപ്പോഴും എന്താണ് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ ആ നാമങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. അൽഹംദുലില്ലാ അങ്ങനെയൊക്കെയുള്ള വാക്കുകളാണെങ്കിൽ പോലും ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ പോലും നിങ്ങളുടെ ആ ഒരു നിങ്ങൾക്ക് ആ ഒരു ഇമോഷൻസ് എങ്ങനെയാണോ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്, ആ വേർഡ്സുകൾ നിങ്ങൾ ദിവസവും നിങ്ങളുടെ പ്രാർത്ഥനയിലും അല്ലെങ്കിൽ ദിവസവും ദിനചര്യയിലും നിങ്ങൾ ഉൾപ്പെടുത്തുക. അങ്ങനെ ഉൾപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും, ഈ ഒരു ഇൻറ്റൻഷൻസ് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ എന്നിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥന പറയുന്നുണ്ട് അല്ലെ. അതേ പ്രാർത്ഥന നിങ്ങൾ ചെയ്യുക. നിങ്ങളത് ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഇത്രയും നടന്ന ആ ഒരു നല്ലൊരു ദിവസത്തിന് നിങ്ങൾ നല്ലൊരു ദിവസമായതിന് നിങ്ങൾ അൽഹംദുലില്ലാ പറയുക. നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആഗ്രഹങ്ങളുള്ളത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അൽഹംദുലില്ലാ പറയുക. നിങ്ങളത് വിഷ്വലൈസേഷൻ ചെയ്യുക. നിങ്ങൾ ആ ഒരു ആക്ഷനിലോട്ട് എത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ആക്ഷൻസ് എടുക്കാൻ പറ്റും അതിനെ പറ്റിയൊക്കെ നിങ്ങൾ ചിന്തിക്കുക. ഒരു നല്ലൊരു ദിവസം പടച്ചവൻ നമുക്ക് തന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് നോക്കുക. അത് നിങ്ങൾ ഏത് ഫോമിൽ പറഞ്ഞാലും കുഴപ്പമില്ല, ആ ഫോമിൽ നിങ്ങളത് പറയാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 21 ഡേയ്സിൽ നിങ്ങൾ ഒരു ചലഞ്ച് ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഞാനത് എങ്ങനെയാണെന്നുള്ള കാര്യം കുറച്ചും കൂടെ ഒന്ന് പറഞ്ഞുതരാം. അതായത് എല്ലാ ദിവസവും നമ്മൾ ഒരു 5 കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് ചെയ്യുക. അതായത് എല്ലാ ദിവസവും രാവിലെ ഉറക്കം എഴുന്നതിന് ശേഷം ഒരു 5 അനുഗ്രഹങ്ങളെ നമ്മൾ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്തിട്ട് നിങ്ങൾ അതിന് ശേഷം ലാസ്റ്റ് നിങ്ങൾ അൽഹംദുലില്ലാ എന്ന് എഴുതുക. പിന്നെ വിഷ്വലൈസേഷൻ വിത്ത് ദുആ ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹം സഫലമായതായിട്ട് 5 മിനിറ്റ് സങ്കല്പിച്ചുകൊണ്ട് ആ സന്തോഷം നൽകിയതിന് പടച്ചവന് അൽഹംദുലില്ലാ പറഞ്ഞുകൊണ്ട് നിങ്ങളത് മനസ്സിൽ കാണുക. ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഇത്രയും കിട്ടിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടൊന്ന് വിഷ്വലൈസേഷൻ ചെയ്തിട്ട് ആ ഒരു ഇമാജിനേഷനൊക്കെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ പടച്ചവന് നന്ദി പറയാം. പിന്നെ അതുപോലെ നിങ്ങളുടെ തഹജ്ജുദ് അല്ലെങ്കിൽ ഹാജത്ത് നമസ്കാരങ്ങൾ ചെയ്യുക. അതായത് രാത്രിയുടെ അവസാനം അല്ലെങ്കിൽ നമുക്ക് ഉറങ്ങുന്നതിന് മുമ്പൊക്കെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 2 റക്അത്ത് നമ്മൾ നമസ്കരിക്കുക. പിന്നെ അതുപോലെ നിങ്ങളുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ അള്ളാഹുവിൻ്റെ നാമത്തിലുള്ള എന്താണ് ഓരോ കാര്യങ്ങൾ നമ്മൾ പറയുക. അത് നമ്മൾ ദിക്റുകൾ എടുക്കുക. ആ ദിക്റുകൾ ഒരു 100 പ്രാവശ്യമൊക്കെ നിങ്ങൾ ദിക്ർ എടുക്കാനായിട്ട് നോക്കുക. പിന്നെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ സ്വതക്ക ചെയ്യുക. സോ നമ്മുടെ ചാരിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമുക്ക് ഇങ്ങോട്ട് മാത്രം കിട്ടിയാൽ പോരല്ലോ, നമ്മൾ അങ്ങോട്ടും കൊടുക്കണമല്ലോ. അപ്പം നമുക്ക് കിട്ടുന്നത് എന്താണോ അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ, നിങ്ങളുടെ കയ്യിൽ 100 രൂപ കിട്ടിയാൽ 1 രൂപയെങ്കിലും നിങ്ങൾ സദക്ക കൊടുക്കാനെങ്കിൽ ചാരിറ്റി കൊടുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. നിങ്ങൾക്ക് അതൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പുഞ്ചിരിയെങ്കിലും നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ഒരു വ്യക്തി നിങ്ങളെ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങൾ ഒന്നും കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഒരു ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുത്ത് ഒരു പുഞ്ചിരിയെങ്കിലും കൊടുത്ത് നല്ല വാക്കുകളെങ്കിലും പറയാം, അതും ഒരു ചാരിറ്റിയിൽ വരുന്നതാണ്. അപ്പം ഇതൊക്കെ നമ്മുടെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു 5 കാര്യം എല്ലാ ദിവസവും നിങ്ങൾ മടങ്ങാതെ ചെയ്യുക. ഒന്നും കൂടി പറഞ്ഞുതരാം.
ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് അൽഹംദുലില്ലാ പറഞ്ഞ് എഴുതുക. പിന്നെ വിഷ്വലൈസേഷൻ വിത്ത് ദുആ ചെയ്യുക. അതും അൽഹംദുലില്ലാ പറഞ്ഞുകൊണ്ട് നിങ്ങൾ മനസ്സിൽ കാണുക. മൂന്നാമതായിട്ട് നിങ്ങളുടെ തഹജ്ജുദോ അല്ലെങ്കിൽ ഹാജത്തോ നമസ്കാരങ്ങൾ നിങ്ങളുടെ ആവശ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുക. നാലാമതായിട്ട് അള്ളാഹുവിൻ്റെ നാമത്തിലുള്ള ദിക്റുകൾ നിങ്ങൾ എടുക്കുക, ഒരു 100 പ്രാവശ്യമെങ്കിലും. പിന്നെ ഒരു ചാരിറ്റി അല്ലെങ്കിൽ സ്വതക്ക നിങ്ങൾ ചെയ്യുക. ഇപ്പം ഒരു ഫേസ് അല്ലെങ്കിൽ ഒരു 21 ഡേയ്സിൻ്റെ ഒരു ഫേസ് എങ്ങനെയാണ് പോകുന്നത്? ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ ഒരു 7 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ശുദ്ധീകരണമാണ്. അല്ലെങ്കിൽ ആദ്യത്തെ ഒരാഴ്ച നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് തോട്ടുകൾ നമുക്കുണ്ടായിരിക്കും, ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടായിരിക്കും. നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്കത് ചെയ്യണോ വേണ്ടെന്നൊക്കെ നമുക്ക് വരുന്നുണ്ടായിരിക്കും. ഇതൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ശുദ്ധീകരണം ചെയ്യുക. അതായത് ആദ്യത്തെ ഒന്നാമത്തെ ദിവസം മുതൽ 7ാമത്തെ ദിവസം വരെ ഈ ഒരു പ്രോസസ്സ് ചെയ്യുക. നിങ്ങൾ വരുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്തകൾക്ക് വേണ്ടി നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ പാപമോചന ഇസ്തിഗ്ഫാർ ചെയ്യുക. നിങ്ങൾ അസ്തഗ്ഫിറുല്ലാ പറയുക. അസ്തഗ്ഫിറുല്ലാ നിങ്ങൾ ഒരുപാട് പറയുക, അല്ലെങ്കിൽ ഫൊർഗീവ് ചെയ്ത് ഇതാക്കുക. പിന്നെ അതുപോലെ അള്ളാഹു എനിക്കതിന് ഉത്തരം നൽകുന്നുണ്ട് എന്നുള്ള വിശ്വാസം, ഞാൻ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും പടച്ചവൻ എനിക്ക് അതിനുള്ള മറുപടി നൽകുന്നുണ്ട് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, അമിതമായിട്ട് നിങ്ങൾ വിശ്വസിക്കുക. അതാണ് ആദ്യത്തെ ഒരു 1 മുതൽ 7 വരെയുള്ള ദിവസങ്ങൾ നിങ്ങൾ ചെയ്യാനുള്ളത്. രണ്ടാമത്തെ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ സീഡ് പാകുക, വിത്ത് പാച്ച്. നമ്മൾ വെറുതെ അല്ല മണ്ണിങ്ങനെ കിളച്ച് മാത്രം ഇട്ടിട്ട് കാര്യമില്ല. മണ്ണിനെ ആദ്യം നന്നായിട്ട് കിളച്ച് അതിനുള്ള വെള്ളമെല്ലാം കൊടുത്ത് മണ്ണൊന്ന് സെറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വിത്ത് പാകുന്നു. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അള്ളാഹുവിനോട് ചോദിച്ചു തുടങ്ങാം. 8 മുതൽ 14 ദിവസം വരെയുള്ള. അപ്പം ദുആയിൽ നിങ്ങളുടെ വ്യക്തത ഞാൻ പറഞ്ഞു, പ്രാർത്ഥന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാർത്ഥന ചൊല്ലേണ്ട ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഒരു ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ പ്രാർത്ഥന ചൊല്ലുക. എന്ത് വേണം, എപ്പോൾ വേണം, അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ചോദിക്കുക. പിന്നെ അത് എങ്ങനെ എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല, അത് പടച്ചവനെ വിട്ടുകൊടുക്കുക. കാരണം വെച്ചാൽ ഇങ്ങനെ തന്നെ വരണം എന്ന് നമുക്ക് ആഗ്രഹിച്ചാൽ ഒരിക്കലും അത് നടക്കത്തില്ല. അപ്പം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾക്കത് എപ്പോൾ വേണം എന്ന് നിങ്ങൾക്ക് പറയാം. പക്ഷെ അത് എങ്ങനെ വേണം എന്ന് നിങ്ങൾക്ക് ഒരിക്കലും പറയാനുള്ളത് ഒരു മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു ലോ ഓഫ് അട്രാക്ഷൻ അത് പറയുന്നില്ല. ആ ഒരു കാര്യം നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. ഈ 2 കാര്യം ചെയ്യും. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾക്ക് അത് എപ്പോഴാണോ വേണ്ടത് അത് നിങ്ങൾ ചോദിക്കുക. ചിലപ്പം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ആ ഒരു ടൈമിൽ കിട്ടും, ചിലപ്പോൾ ആ ഒരു സമയം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. പിന്നെ നിങ്ങളുടെ ഒരു ആഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അല്ലെങ്കിൽ അതെങ്ങനെ അത് നല്ല കാര്യമായിട്ട് ഉപയോഗിക്കുമെന്ന് ചിന്തിക്കുക. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കുക. ഇപ്പം ഞാൻ പറയണം എനിക്കൊരു 50,000 രൂപ വേണം എന്ന് ഞാൻ വളരെയധികം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സൊക്കെ പാകപ്പെടുത്തിക്കൊണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് ഞാൻ ആ കാര്യം ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണത് ഉപയോഗിക്കേണ്ടത് എന്ന് നിങ്ങൾ നേരത്തെ കൂട്ടി ചിന്തിച്ച് വയ്ക്കുക. അല്ലാതെ കിട്ടിക്കഴിയുമ്പം നിങ്ങൾക്ക് ഒരുപാട് ചിലവുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കും. അതേസമയം നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിക്കായിരിക്കും അത് നിങ്ങൾ ചെയ്യുമ്പോൾ. രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ വിത്ത് പാവുകയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളെ കൃത്യമായി നിങ്ങൾ ചോദിച്ചു തുടങ്ങുക. ആ ആഗ്രഹങ്ങളിൽ 2 കാര്യം ഫോക്കസ് ചെയ്യുക. ഒന്ന്, നിങ്ങളുടെ ഫോക്കസ് വേണം, എന്താണോ വേണ്ടത് അത് എപ്പോഴാണോ വേണ്ടത്. രണ്ടാമത്, അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അത് ഉപയോഗപ്പെടുത്താൻ പോകുന്നത് എന്നുള്ള ചിന്ത നിങ്ങൾ എടുക്കുക. സോ മൂന്നാമതായിട്ട് നിങ്ങൾക്ക് റിസീവ് ചെയ്യുക, അത് നിങ്ങൾ സ്വീകരിക്കുക. അത് 15 മുതൽ 21 ദിവസം. അതിലൊരു ലക്ഷ്യം ലഭിക്കുന്ന പൂർണ്ണമായ ഒരവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു സമാധാനത്തിലോട്ട് നിങ്ങൾക്ക് എത്തണമല്ലോ, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ എത്തിക്കുകയാണ്. അപ്പം നമ്മൾ ഫോക്കസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തവക്കൽ ചെയ്യുക. നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ തവക്കൽ ചെയ്ത് പോവുക. പിന്നെ അതുപോലെ നിങ്ങളുടെ ആഗ്രഹം നടന്നാലും നടന്നില്ലെങ്കിലും അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണെന്നും അത് നല്ലതായിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നന്മയുണ്ടെന്നും അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് മോശമാണ് അല്ലെങ്കിൽ തിന്മയാണ്. നമ്മളെപ്പോഴും പറയാറില്ലേ, നല്ലത് മാത്രം കൊണ്ട് എത്തിച്ചുക, മോശമാണെങ്കിൽ അത് മാറ്റുക എന്ന് നമ്മളെപ്പോഴും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പം അതുപോലെ തന്നെയാണ് എന്താ, നല്ലതാണെങ്കിൽ നമുക്ക് അടുപ്പിച്ച് തരാം, തിന്മയാണെങ്കിൽ നമുക്ക് വേർപ്പെടുത്തി തരിക എന്നുള്ളൊരു ഫോക്കസ് നിങ്ങൾ തവക്കൽ ചെയ്യുക. അള്ളാഹ് കൊണ്ടെത്തിക്കുന്ന നല്ല കാര്യങ്ങളാണ്, അള്ളാഹയുടെ തീരുമാനം എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ബെറ്റർ വൺ ആണ് എന്ന് തീരുമാനിക്കുക. നടന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് എന്ത് ചെയ്യുക, അത് മോശമാണ് എന്ന് നിങ്ങൾ തന്നെ ഇത് മനസ്സിലാക്കുക. അപ്പോൾ പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിങ് നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ ഒരിക്കലും കളയരുത്. എപ്പോഴും അവസരങ്ങളുണ്ട്. നമ്മളെപ്പോഴും ട്രൈ 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 അല്ല, അറ്റ് ദ എൻഡിലായിരിക്കും നമുക്ക് റിസൾട്ട്സുകൾ കിട്ടുന്നത്. അതുകൊണ്ട് ഏത് സമയവും നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. ഒരിക്കലും ആ ഒരു ശ്രമത്തിന് നിങ്ങൾ മാറ്റം ഉണ്ടാകരുത്. അതായത് നമ്മൾ ഒരുപാട് ശ്രമിച്ചിട്ട് നമ്മളങ്ങ് പതുക്കെ അയ്യോ വേണ്ട എന്ന് എടുക്കരുത്. നമ്മുടെ ചെറിയ ചെറിയ തീരുമാനങ്ങളും ചെറിയ ചെറിയ എന്താണ് വേരിയേഷൻസ് ഒക്കെ നമുക്ക് ചിലപ്പോൾ കിട്ടാൻ, അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ വേണ്ടി ഇരിക്കുന്ന ഒരു കാര്യത്തിന് അത് നമുക്ക് എന്താണ് നമുക്ക്
നമ്മുടെ കയ്യെത്തും ദൂരത്ത് ഇരിക്കുന്ന കാര്യത്തിന് നമ്മൾ തന്നെയായിരിക്കും ചിലപ്പം തള്ളി വിടുന്നത്. അപ്പം അങ്ങനെ ഒരു കാര്യം ചെയ്യരുത്. എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. ഇങ്ങനെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസിനെ ഇസ്ലാമിക് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം നിങ്ങൾ ഈ പറയുന്ന രീതിക്ക് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. നമ്മൾ ഏത് രീതിക്ക് ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ ഒരു മാറ്റങ്ങൾ, അതായത് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു സൃഷ്ടാവിനെയും മാറ്റിക്കാനായിട്ട് ഞാൻ പറയില്ല. അത് മാറ്റാൻ പാടില്ല. കാരണം നമ്മുടെ വിശ്വാസമാണ്. താൻ പാതി ദൈവം പാതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ കുറേ പഴഞ്ചൊല്ലുകൾ. നമ്മൾ എടുക്കുക, ആക്ഷൻസ് എടുക്കുക. നമ്മളൊന്നും പേടിച്ച് നിൽക്കാതെ അയ്യോ ഇത് നമ്മൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ആ, തെറ്റാണോ എന്നൊന്നും വിചാരിക്കേണ്ട. ഇതെല്ലാം നിങ്ങൾ ഇസ്ലാമിക് രീതിയിലോട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് മിറക്കിൾസും ഒരുപാട് അബണ്ടൻസും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപരമായി എന്ന് വിചാരിക്കുന്നു. സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക് യു സോ മച്ച്.